ഗുജറാത്തിൽ കാണേണ്ടതെല്ലാം നിരവധി പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത് യാത്രയിൽ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളെല്ലാം ഒന്നൊന്നായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിരവധി പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. സിന്ധു നദീതട നാഗരികതയുടെ ഉൾപ്പെടെ ചരിത്ര ശേഷിപ്പുകൾ, മനോഹരമായ ബീച്ചുകൾ, കൊതിയൂറുന്ന മധുര പലഹാരങ്ങൾ, സമ്പന്നമായ പൈതൃകം, ഗിർ പോലുള്ള വ്യത്യസ്തതയാർന്ന വന്യജീവി സങ്കേതങ്ങൾ, എണ്ണമറ്റ വ്യാവസായിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക വൈവിധ്യം, അങ്ങനെ തുടങ്ങി പറയാൻ ഒത്തിരിയുണ്ട് ഗുജറാത്തിനെ പറ്റി. ഗുജറാത്തിലേക്ക് ഇത് ഞാൻ 2ാം തവണയാണ് പോകുന്നത്. ആദ്യ തവണ ഗാന്ധിനഗറും സബർമതി ആശ്രമവും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും അഡാലജ് നീ വാവുമൊക്കെ കണ്ടുമടങ്ങി. അതൊരു ഔദ്യോഗിക യാത്ര ആയതിനാൽ അപ്പോൾ അധികം കറങ്ങാൻ സമയം കിട്ടിയില്ല. ഇത്തവണ പ്രധാനമായും കച്ച് ഫെസ്റ്റിവൽ കാണാനാണ് പോയത്. ഒപ്പം തന്നെ സോമനാഥ ക്ഷേത്രവും ദ്വാരകയും ധോളാവീര പോലുള്ള ചരിത്ര പഥങ്ങളും ഗുജറാത്തിന്റെ ഗ്രാമപ്രദേശങ്ങളുടെ പ്രത്യേകതകളുമൊക്കെ അടുത്തറിയാൻ അവസരം കിട്ടി. ആദ്യം കച്ച് ഫെസ്റ്റിവലിനാണ് പോയത്, അതായത് റാൻ ഉത്സവ്. കേരളത്തിൽ നിന്നുള്ള രാജധാനി ട്രെയിനുകൾ ഉൾപ്പെടെ കൊങ്കൺ വഴി ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകൾ സൂററ്റ് വഴിയാണ് കടന്നു പോകുന്നത്. സൂററ്റിൽ നിന്ന് ഭുജിലേക്ക് പോകാം. റാൻ ഉത്സവം നടക്കുന്ന പ്രദേശത്തു നിന്നും 86 കിലോമീറ്റർ അകലെയുള്ള ഭുജാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഭുജ് തന്നെയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും. അല്ലെങ്കിൽ ഗാന്ധിനഗർ, ജാംനഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വരെ പോകാൻ ട്രെയിൻ കിട്ടും. അവിടെ നിന്ന് ഭുജിലേക്ക് പോകാം. കോഴിക്കോട് നിന്നും സൂററ്റ് വരെ അജ്മൽ എന്ന ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ കിട്ടി. അദ്ദേഹത്തിന് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കച്ചവടമാണ്. സൂററ്റിൽ നിന്ന് വില കുറച്ച് കിട്ടുന്ന നല്ല ഇനം തുണികൾ തിരഞ്ഞെടുത്ത് പാഴ്സലായി അയപ്പിക്കും. അത് കോഴിക്കോട് എത്തിച്ച് കച്ചവടം ചെയ്യുന്നതാണ് പണി. ഞാൻ ഭുജിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു സുഹൃത്ത് മുമ്പ് അവിടെ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാൻ പോയി പറ്റിക്കപ്പെട്ട കഥ പറഞ്ഞു. റാൻ ഉത്സവ് ഗുജറാത്തിലെ കച്ചിൽ വെളുത്ത ഉപ്പു മരുഭൂമിയിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെ നടക്കുന്ന അതിശയകരമായ സാംസ്കാരിക ഉത്സവമാണ്. മാസങ്ങളോളം നീളുന്ന ഈ മേളയിൽ നാടൻ കലകൾ, സംഗീതം, നൃത്തം, ഒട്ടകസവാരി, പാരാമോട്ടറിംഗ്, ഗുജറാത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും അറിയാനുള്ള അവസരം, പട്ടം പറത്തൽ, ടെന്റുകളിലെ താമസം തുടങ്ങി നിരവധി ആസ്വദിക്കാം. ഇതുകൂടാതെ വെളുത്ത മരുഭൂമിയിലെ അസ്തമയ കാഴ്ച, പൗർണമി രാത്രികൾ, ഇതൊക്കെ എടുത്തു പറയേണ്ട അനുഭവങ്ങളാണ്. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത 54 മികച്ച വിനോദ സഞ്ചാര ഗ്രാമങ്ങളിൽ ഒന്ന് റാൻ ഉത്സവം നടക്കുന്ന ഗുജറാത്തിലെ ദോർദോ ആണ്. യാത്ര ഒറ്റയ്ക്കായതുകൊണ്ട് ഭുജിൽ നിന്ന് ബസ്സിൽ പോകാമെന്ന് കരുതി. ഭുജ് സ്റ്റേഷനിൽ പോയി വളരെ നേരം കാത്തു നിന്നെങ്കിലും അവിടെ എഴുതി വച്ചിരുന്ന സമയത്തൊന്നും ദോർദോയ്ക്കുള്ള ബസ്സുകൾ വന്നില്ല. ഇനിയും വൈകിയാൽ ആ വെളുത്ത മരുഭൂമിയിലെ അസ്തമയ കാഴ്ചകൾ നഷ്ടപ്പെടുമെന്നതിനാൽ ഒടുവിൽ ടാക്സി പിടിച്ചു പോകേണ്ടി വന്നു. ഓരോ സ്ഥലത്തേക്കും പോകേണ്ട ബസ്സുകൾ അത് വരാൻ ഇനി എത്ര മിനിറ്റ് ബാക്കിയുണ്ട് തുടങ്ങി ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള മികച്ച ബസ് സ്റ്റേഷനാണ് ഭുജിൽ കണ്ടത്. എന്തൊക്കെ ഉണ്ടെങ്കിലും സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുമല്ലോ. റാൻ ഓഫ് കച്ചിൽ ധാരാളം റിസോർട്ടുകൾ ലഭ്യമാണ്. അങ്ങ് ചക്രവാളം വരെ നീണ്ടുകിടക്കുന്ന വെളുത്ത ഉപ്പുപാടങ്ങളുടെ പശ്ചാത്തലത്തിൽ അസ്തമയം ആസ്വദിക്കാൻ കഴിയുന്നത് മറക്കാനാവാത്ത അനുഭൂതിയാണ് സമ്മാനിച്ചത്. കണ്ണെത്താ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന കച്ചിലെ വെളുത്ത ഉപ്പു മരുഭൂമി പ്രകൃതി തീർത്ത അത്ഭുതമാണ്. പകലായാലും രാത്രിയായാലും വേറേതോ ലോകത്തെത്തപ്പെട്ട പ്രതീതി സമ്മാനിക്കുന്നതാണ് കച്ചിലെ കാഴ്ചകൾ. അതിനൊപ്പം ഗുജറാത്തിന്റെ തനതു സംഗീതവും നൃത്തവും മറ്റാഘോഷങ്ങളും ചേരുന്നതോടെ റാൻ ഉത്സവമായി. ഈ പ്രദേശത്തെ വൈറ്റ് ഡെസേർട്ട് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നിലാവുള്ള രാത്രികളിൽ അതിമനോഹരമാണ് കച്ചിലെ കാഴ്ചകൾ. പൂർണ്ണചന്ദ്രനായില്ലെങ്കിലും വെളുത്താവാൻ അടുത്തൊരു ദിവസമാണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് അസ്തമന സമയത്ത് തന്നെ ചന്ദ്രനെയും തെളിഞ്ഞു കാണാമായിരുന്നു. വെളുത്തവാവ് ദിവസങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാകാറുണ്ട്. 3D ഷോ ഉൾപ്പെടെ മികച്ച ദൃശ്യ ശ്രാവ്യ വിരുന്നൊരുക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പൊതുവിൽ റാൻ ഉത്സവിന്റെ സമയത്ത് നല്ല സുഖകരമായ കാലാവസ്ഥയാണ് കച്ച് മേഖലയിൽ. റാൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകം അനുമതി ആവശ്യമുണ്ട്. അത് ഓൺലൈനിൽ മുൻകൂട്ടി വാങ്ങാവുന്നതാണ്. ഓൺലൈൻ പാസ് എടുക്കാത്തവർ അവിടെ വന്ന് പ്രത്യേകം ഫാം വാങ്ങി അത് പൂരിപ്പിച്ചു കൊടുത്തു വേണം അനുമതി വാങ്ങാൻ. അതിനുള്ള കൗണ്ടറിൽ വൈകുന്നേരം നല്ല തിരക്കുണ്ടാകും.
പിന്നെ ടൂറിസ്റ്റുകളായി വരുന്നവരുടെ കയ്യിൽ പേനയും മറ്റും ഒന്നും ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ കച്ചവട സാധ്യത മനസ്സിലാക്കി ഒരു പയ്യൻ പേനകളുമായി അവിടെ നിൽപ്പുണ്ട്. 5 രൂപയുടെ പേന അവൻ 20 രൂപയ്ക്ക് നൽകും. ഗുജറാത്തിയെ കച്ചവടം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്പസമയം കൊണ്ട് അവൻ കൊണ്ടുവന്ന പേനകളെല്ലാം തീർന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ ഗുജറാത്തിലാണ്. ഏകദേശം 34,750 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇത് ഇന്ത്യയുടെ മൊത്തം തണ്ണീർത്തട വിസ്തൃതിയുടെ 21%-ലധികമുണ്ട്. അതായത് കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് അത്രയും ഭാഗം ഗുജറാത്തിന് ചതുപ്പ് നിലങ്ങളായി മാത്രമുണ്ട്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ചും ലിറ്റിൽ റാൻ ഓഫ് കച്ചും ഒരു സവിശേഷമായ കാലാവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഉപ്പ് ചതുപ്പ് പ്രദേശമാണ്. ഗ്രേറ്റ് റാൻ 18,000 ചതുരശ്ര കിലോമീറ്ററും ലിറ്റിൽ റാൻ 5,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉൾക്കൊള്ളുന്നു. റാൻ ഉത്സവം നടക്കുന്ന ദോർദോ ഗ്രാമത്തിൽ സഞ്ചാരികൾക്ക് വേണ്ട എല്ലാ സൗകര്യവുമുണ്ട്. താൽക്കാലികമായി സ്ഥാപിക്കുന്ന പലതരം സൗകര്യങ്ങളുള്ള ടെൻറ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഏതാണ്ട് 5 ലക്ഷം ചതുരശ്ര മീറ്ററിൽ പലവിധ ടെൻറ്റുകൾ ലഭ്യമായതിനാൽ ടെൻറ്റുകളുടെ നഗരം എന്ന വിളിപ്പേരും ദോർദോയ്ക്ക് സ്വന്തമാണ്. ഇതിനു പുറമെ സ്ഥിരം റിസോർട്ടുകളും അവിടെയുണ്ട്. കണ്ണെത്താ ദൂരം വരെയുള്ള ഉപ്പുപാടങ്ങളുടെ ധവള ഭംഗിയും കച്ചിൻ്റെ തനതായ സംസ്കാരവും അനുഭവിക്കാൻ ഈ ഉത്സവം മികച്ച അവസരമാണ്. ശൈത്യകാലത്ത് ഗുജറാത്തിലേക്ക് പോകാൻ പരിപാടി ഉണ്ടെങ്കിൽ റാൻ ഉത്സവം ഒരിക്കലും ഒഴിവാക്കരുത്. റാൻ ഓഫ് കച്ചിൽ ഒരു രാത്രി തങ്ങി അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത ശേഷം അടുത്ത ദിവസം രാവിലെ സ്വർഗത്തിലേക്കുള്ള വഴി കടന്ന് ധോളാവീര എന്ന ചരിത്ര ഭൂമികയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന പേരിൽ അറിയപ്പെടുന്ന റോഡ് ടു ഹെവൻ, ഇരുവശവും ഉപ്പ് തടാകങ്ങളുള്ള മറ്റേ അഗ്രം ഒരു അന്തരീക്ഷ ബിന്ദുവിൽ അവസാനിക്കുന്നത് പോലെ തോന്നിക്കുന്ന 30 കിലോമീറ്റർ നേർരേഖയിലുള്ള ധോളാവീരയിലേക്കുള്ള വഴി യാത്രാപ്രേമികളുടെ മറ്റൊരു പ്രിയപ്പെട്ട ഇടമാണ്. ധോളാവീരയാണ് സിന്ധു നദീതട നാഗരികതയുടെ അവശേഷിപ്പുകൾ കണ്ടെടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന ഇടം. ക്രിസ്തുവിന് മുൻപ് 2500 കാലഘട്ടത്തിൽ സിന്ധു നദീതടത്തിലും അതുപോലെ മറ്റു ചില നദിക്കരകളിലും വിസ്മയകരമായ ചില നഗരങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ തെളിവുകളായി മൊഹഞ്ചദാരോ, ഹാരപ്പ തുടങ്ങിയവ അവയുടെ തിരിശേഷിപ്പുകളുമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അവ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു. മൊഹഞ്ചദാരോ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീക്കരയിൽ അല്ലെങ്കിലും സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്ന മറ്റൊരു നഗരമാണ് ഹാരപ്പ. ശ്രദ്ധേയമായ വാസ്തുവിദ്യയും ജല മാനേജ്മെന്റ് സംവിധാനങ്ങളുമുള്ള നന്നായി സംരക്ഷിക്കപ്പെട്ട നഗരമായിരുന്നു ഇത്. മൺപാത്രങ്ങൾ, മുത്തുകൾ തുടങ്ങിയ പുരാവസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ധോളാവീര കൂടാതെ സിന്ധു നദീജല നാഗരികതയുടെ നിരവധി അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ വേറെ പലയിടത്തുമുണ്ട്. രഞ്ജിത് നഗർ ഗുജറാത്ത്, ലോത്തൽ ഗുജറാത്ത്, കലിബംഗൻ രാജസ്ഥാൻ, രാഖിഗർഹി ഹരിയാന തുടങ്ങിയവ ഇന്ത്യയിലുള്ള അത്തരം സ്ഥലങ്ങളാണ്. വീടുകളുടെയും തെരുവുകളുടെയും പുരാവസ്തുക്കളുടെയും അവശിഷ്ടങ്ങളുള്ള വലിയ IVC സൈറ്റുകളിൽ ഒന്നാണ് ധോളാവീര. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ വേറെയും സൈറ്റുകൾ ഗുജറാത്തിൽ തന്നെ ഉണ്ടെങ്കിലും ഞാൻ ധോളാവീര തിരഞ്ഞെടുത്തത് അതിലേക്കുള്ള പാതയുടെ മനോഹാരിത കൊണ്ടാണ്. ഞാൻ വന്ന സമയത്ത് അവിടെ പാതയുടെ ഇരുവശത്തും ആഴമില്ലെങ്കിലും കണ്ണെത്താ ദൂരത്തോളം ജലം അങ്ങനെ പരന്നു കിടപ്പുണ്ടായിരുന്നു. അവിടെ പെലിക്കൻ, ഫ്ലെമിംഗോ തുടങ്ങിയ തരത്തിലുള്ള ധാരാളം ദേശാടന പക്ഷികളും വന്നിട്ടുണ്ടായിരുന്നു. തീരെ ആഴം കുറവായതിനാൽ അവ അവിടെ വെള്ളത്തിലൂടെ നടന്നിരവടിക്കുന്നത് വളരെ രസകരമായ കാഴ്ചയായിരുന്നു. 1 മാസം കൂടി കഴിയുമ്പോഴേക്കും ആ ജലം മുഴുവൻ വലിഞ്ഞ് ചക്രവാളം വരെ കണ്ണെത്താ ദൂരത്തിൽ വെളുത്ത നിറത്തിൽ അതങ്ങനെ കിടക്കും. അപ്പോഴാണ് ആ വഴി ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴി എന്ന തോന്നൽ ഉണ്ടാവുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ധോളാവീര എന്ന പ്രദേശം നമ്മുടെ പൂർവികരുടെയും അറിവിൻ്റെയും അതിജീവനത്തിൻ്റെ മകുടോദാഹരണമായി നിലകൊള്ളുന്നു. കാലങ്ങളോളം മണ്ണിനടിയിൽ ഉറങ്ങിക്കിടന്ന സിന്ധു നദീതട നാഗരികതയുടെ ഒരു പ്രധാന സ്ഥലമായ ധോളാവീര 1967-68 പുരാവസ്തു ഗവേഷകനായ JP ജോഷിയാണ് കണ്ടെത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ അതിശയകരമായ വാസ്തുവിദ്യയും ജല മാനേജ്മെന്റ് സംവിധാനങ്ങളുമുള്ള ഒരു നല്ല സംരക്ഷിത നഗരം വെളിപ്പെട്ടു. ലോകത്തെ മറ്റു ഭൂപ്രദേശങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വികസനവും ഇല്ലാതിരുന്ന അക്കാലത്ത് ഈ പ്രദേശങ്ങളിലെ നഗരങ്ങൾ എത്രത്തോളം പുരോഗതി പ്രാപിച്ചിരുന്നു എന്ന് കേട്ടാൽ നമ്മൾ ഇന്നും അത്ഭുതപ്പെട്ടു പോകും. കൃത്യമായ പ്ലാനിങ്ങോടെ നിർമ്മിച്ച റോഡുകൾ, ചുട്ട ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ വീടുകൾ, കൃത്യമായ അളവുകളുള്ള തെരുവുകൾ, ഇവയെല്ലാം അന്നത്തെ എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ തെളിവുകളാണ്. കോൺക്രീറ്റും കമ്പിയും ഇല്ലെന്നതൊഴിച്ചാൽ ഇന്നത്തെ ആധുനിക നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഘടന. പൊതു കുളങ്ങൾ വരെ ഉണ്ടായിരുന്നു. വെള്ളം വാർന്നു പോകാതിരിക്കാൻ കുളങ്ങളുടെ വശങ്ങളിൽ ബിറ്റുമൻ പോലുള്ള പ്രകൃതിദത്തമായ എന്തോ ഒന്ന് ഉപയോഗിച്ചിരുന്ന അത്രേ. പുരാവസ്തു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് IVCയിലെ ജനങ്ങൾ ഒരു സ്ത്രീ ദേവതയെ ആരാധിച്ചിരുന്നു എന്നാണ്. അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള മാതൃദേവതാ പ്രതിമകൾ എന്നറിയപ്പെടുന്ന
ടെറാക്കോട്ട പ്രതിമകൾ ഫലഭൂയിഷ്ഠതയും സമൃദ്ധിയും പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. നഗരാസൂത്രണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ ഓവുചാൽ സംവിധാനമാണ്. ഓരോ വീട്ടിൽ നിന്നും മലിനജലം പുറത്തേക്ക് കളയാൻ മൂടിയോടുകൂടിയ അഴുക്കുചാലുകൾ അവിടെ ഉണ്ടായിരുന്നു. ശുചിത്വത്തിന് അവർ നൽകിയ പ്രാധാന്യം ആധുനിക ലോകത്തിനു പോലും മാതൃകയാക്കാവുന്നതാണ്. ആ സംസ്കാരമൊക്കെ എങ്ങനെയോ നശിച്ച് പിന്നീട് ഈ ആധുനിക കാലഘട്ടത്തിലെത്തിയപ്പോഴേക്കും നമ്മുടെ പലയിടങ്ങളും വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരുന്നു. 2010 കാലഘട്ടത്തിൽ ഒരു വിദേശ മാധ്യമത്തിൽ വന്ന ലേഖനത്തിൽ ഇന്ത്യയിൽ 60% ജനങ്ങളും ശൗചാലയം ഇല്ലാത്തവരാണെന്ന റിപ്പോർട്ട് ഞാൻ ഓർത്തു. അപ്പോൾ റെയിൽവേ ട്രാക്ക് പോലും ഒരു നീണ്ട ശൗചാലയമായിരുന്നല്ലോ. സമകാലിക സംസ്കാരങ്ങളെ അപേക്ഷിച്ച് സമാധാനപ്രിയരും സാങ്കേതികമായി ഏറെ മുന്നിലുമായിരുന്നു ഇവർ. ഈ നഗരത്തെക്കുറിച്ച് ഇപ്പോഴും അവശേഷിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം അവിടുത്തെ ലിപികളാണ്. ഭുജ് തന്നെയാണ് ധോളാവീരയ്ക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരം. ധോളാവീരയിലേക്ക് ഭുജിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോകാനും സ്വന്തമായി വാഹനം ഇല്ലെങ്കിൽ ടാക്സി മാത്രമേ മാർഗമുള്ളൂ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് സന്ദർശിക്കുന്നവർ നിശ്ചയമായും കാണേണ്ട പുരാതന സംസ്കൃതിയുടെ അടയാളങ്ങൾ അവശേഷിക്കുന്ന ഇടമാണ് ഹാരപ്പൻ സംസ്കാര ഭൂമിയായ ധോളാവീര. ഇനിയും ഏറെയുണ്ട് ഗുജറാത്തിനെ പറ്റി പറയാൻ. ഗുജറാത്ത് യാത്ര തുടരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.